കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ മാനവജാതിയെ രക്ഷിക്കുവാനുള്ള തൻ്റെ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണ നാളുകളിൽ നടന്ന ഒരു സംഭവമാണ് ഈ ദിവസം നാം ഒന്നുകൂടെ സ്മരിക്കുന്നത്. യേശുവും ശിഷ്യന്മാരും യെരുശലേമിലേക്കുള്ള യാത്രയിലായിരുന്നു. യേശു തൻ്റെ കഷ്ടാനുഭവത്തിനും ക്രൂശീകരണത്തിനുമായിട്ടായിരുന്നു യെരുശലേമിലേക്ക് പുറപ്പെട്ടത്. യാത്രാമധ്യേ അവർ എരീഹോ എന്ന സ്ഥലത്തെത്തുന്നു. അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ വഴിയരികെ ഇരുന്ന് ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്ന ബർത്തിയമായി എന്ന ഒരു അന്ധനെ യേശുക്രിസ്തു സുഖപ്പെടുത്തുന്നതായി വിശുദ്ധനായ മർക്കോസ് ശ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗമാണ് സെയിൻറ്റ് മാർക്ക് ചാപ്റ്റർ 10 വേഴ്സസ് 46 to 52. അവർ എരീഹോവിലെത്തി. പിന്നെ യേശു ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ എരീഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിയമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസറായനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്രായ യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്നു, അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, യേശു നിന്നെ വിളിക്കുന്നുവെന്ന് അവർ പറഞ്ഞ് കുരുടനെ വിളിച്ചു. അവൻ തൻ്റെ പുതപ്പ് ഇട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ യേശുവിനോട് പറഞ്ഞു. യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ യേശുവിനെ അനുഗമിച്ചു. യേശുവും ശിഷ്യന്മാരും അതുവഴി കടന്നു പോകുമ്പോൾ അവരോടൊപ്പം വലിയൊരു പുരുഷാരം ഉണ്ടായിരുന്നു. കാരണം അവർ യെരുശലേം ദേവാലയത്തിൽ പെസഹ പെരുന്നാളിനായി പോവുകയായിരുന്നു. ഈ അന്ധനായ മനുഷ്യൻ യേശുവിനെ കണ്ടില്ല. പക്ഷേ ആ വലിയ ആരവം അത് നസ്രായനായ യേശുവാണെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ആ അന്ധന് കഴിഞ്ഞു. കാരണം അവന് കാഴ്ചയില്ലെങ്കിലും യേശുവിനെ പറ്റി അവൻ കേട്ടിരുന്നു. തൻ്റെ മുമ്പിൽ കൂടെ, ഈ റോഡിൽ കൂടെ കടന്നു പോകുന്നത് യേശുവല്ലാതെ മറ്റാരുമായിരിക്കില്ല. അവൻ നിലവിളിക്കുകയാണ്. ഇവിടെ നാം വായിക്കുന്നത്, when he heard that it was Jesus of Nazareth, he began to shout. അത് നസ്രായനായ യേശു എന്നറിഞ്ഞ് അവൻ നിലവിളിച്ചു. He began to shout, Jesus, son of David, have mercy on me. യേശുവേ, ദാവീദ് പുത്ര. അന്നേരം ഈ യേശു ദാവീദ് പുത്രനാണ് എന്ന് നല്ലതുപോലെ ഈ അന്ധൻ ഗ്രഹിച്ചിരുന്നു. യേശുവിനെ ആ ഒരു ടൈറ്റിലോടെയാണ് ഈ അന്ധൻ വിളിച്ചത്, ദാവീദ് പുത്രൻ. അതായത് അവൻ രാജാവാണ്. ദാവീദ് യെരുശലേമിലെ മഹാനായ രാജാവായിരുന്നു. ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് വാണരുളുവാൻ ദാവീദിൻ്റെ വംശത്തിൽ പിറന്ന ഈ യേശു, അവൻ രാജാധിരാജനാണ് എന്ന ആ ബോധ്യം
ഈ അന്ധനുണ്ടായിരുന്നു. യേശുവിനെ സംബോധന ചെയ്യുന്നത് ദാവീദ് പുത്ര എന്നാണ്. യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ അവനോട് മിണ്ടാതിരിക്കുവാൻ പറഞ്ഞു. പക്ഷേ അതൊന്നും ഈ അന്ധൻ കേട്ടില്ല. അവൻ അധികം നിലവിളിച്ചു. Many rebuked him and told him to be quiet, but he shouted all the more, "Son of David, have mercy on me." Jesus stopped and said, "Call him." വളരെയധികം ആർദ്രതയും അനുകമ്പയും മനസ്സലിവുമുള്ളവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ദുഃഖിതന്മാരുടെയും കഷ്ടപ്പെടുന്നവരുടെയും നിലവിളിക്കുന്നവരുടെയും നിലവിളി കേൾക്കുവാൻ തക്കവണ്ണം അവൻ്റെ കാതുകൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കും. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് കഷ്ടപ്പെടുന്നവരെയെല്ലാം അവർക്ക് ആശ്വാസം പറഞ്ഞു കൊടുക്കുവാനാണ്. പാപത്തിൽ കിടന്നവരെ രക്ഷിക്കുവാനാണ്. മാനവജാതിയെ രക്ഷിക്കുവാനാണ്. അവരെ ശുശ്രൂഷിക്കുവാനാണ്. അവരുടെ വേദനകൾ മനസ്സിലാക്കി അവർക്ക് ആശ്വാസം പറഞ്ഞു കൊടുത്ത് സൗഖ്യം കൊടുക്കുവാനായിരുന്നു. ആ വലിയ ദൗത്യം ഈ ഭർത്തിയമായി തിരിച്ചറിഞ്ഞു. അവൻ നിലവിളിക്കുകയാണ്. ആരും അവനോട് പറഞ്ഞു കൊടുത്തില്ല. പക്ഷേ പറഞ്ഞു കൊടുക്കാതെ തന്നെ അവൻ്റെ അന്തരംഗത്തിൽ യേശുക്രിസ്തു എന്തിനാണ് സ്വർഗമഹിമ വിട്ട് ഈ താണഭൂമിയിലേക്ക് വന്നത്, യേശുക്രിസ്തു ആരാണ് എന്നവൻ മനസ്സിലാക്കി. അത് പ്രഖ്യാപിക്കുകയാണ്, ഉറക്കെ പറയുകയാണ്. മിണ്ടാതിരിക്കുവാൻ അവനെ വിലക്കിയിട്ടും അവനത് ഉറക്കെ പറയുകയാണ്. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ആ നിലവിളിയിൽ യേശു അവിടെ നിന്നു. അവനെ വിളിപ്പീനെന്ന് പറഞ്ഞു. അവർ വിളിച്ചു. അവൻ പുതപ്പിട്ടും വെച്ച് പുതപ്പൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അവൻ യേശുവിൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. ശബ്ദം കേട്ട സ്ഥലത്തേക്ക് അവൻ ഓടി. യേശു അവനോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നു? അവൻ പറഞ്ഞില്ല, എനിക്ക് നല്ലൊരു പുതപ്പ് വേണം, എനിക്ക് കൂടുതൽ രൂപ വേണം, എനിക്ക് ജീവസന്ധാരണത്തിന് ആവശ്യമായതൊക്കെയും വേണം. ഇതൊന്നുമായിരുന്നില്ല അവൻ്റെ ആവശ്യം. അവൻ പറഞ്ഞത്, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം. ഏറ്റവും വലിയ ആവശ്യമാണ് അത്. അവൻ തന്നെ അത് പറയണം. അത് യേശു ആഗ്രഹിച്ചു. അവന് വേണ്ടത്, ഈ അന്ധൻ പറയുകയാണ്, റബ്ബൂനി, എനിക്ക് വേണ്ടത് കാഴ്ചയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ സംഭവം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ നടന്നു കഴിഞ്ഞതാണ്. ഇന്ന് എന്തിനാണ് നാം ഇത് പഠിക്കുന്നത്? ഇത് നമുക്ക് വേണ്ടിയല്ല. യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ്. യേശുക്രിസ്തുവിനെ തങ്ങളുടെ കർത്താവും തങ്ങളുടെ രക്ഷകനുമായി സ്വീകരിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ്. എങ്ങനെയായിരുന്നു ആ അന്ധൻ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചത്? അവൻ കേട്ടിരുന്നു. ഇന്നും യേശുവിനെ പറ്റി കേട്ടവർ, പല മാധ്യമങ്ങളിൽ കൂടെയും കേൾക്കുന്നവർ ഉണ്ട്. അവരോടും യേശു ചോദിക്കുന്നു, ഞാൻ എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു? അപ്പോൾ അവർ അവരുടെ ആവശ്യം പറയണം. അവരുടെ അത്യാവശ്യം, അവരുടെ അത്യാവശ്യം എന്താണെന്ന് യേശു
യേശുവിനറിയാം. പക്ഷെ അവർ അത് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് യേശുവിന് അറിയണമായിരുന്നു. ഇന്നും അതാണ് യേശു ആഗ്രഹിക്കുന്നത്. മാനവജാതി മനസ്സിലാക്കണം തങ്ങൾക്ക് എന്താണ് അത്യാവശ്യമായി വേണ്ടത് എന്ന്. ഭൗതികമായ നന്മകളാണോ വേണ്ടത്, അതോ യഥാർത്ഥ മനുഷ്യനായ ആ ആത്മാവിൻ്റെ രക്ഷയാണോ വേണ്ടത്? അത് അവർ തിരിച്ചറിയണം. എൺപതോ 90 അല്ലെങ്കിൽ 100 വയസ്സ് വരെ ഈ ഭൂമിയിൽ ഈ മനുഷ്യ ശരീരത്തിൽ ജീവിക്കുവാനാണോ ആത്മാവായ മനുഷ്യനെ പറ്റി ദൈവം ഉദ്ദേശിക്കുന്നത്? ഒരിക്കലുമല്ല. ആത്മാവിൻ്റെ നിത്യജീവനാണ്. അവൻ നിത്യമായി ജീവിക്കണം. ആത്മാവിൻ്റെ രക്ഷയാണ് ആവശ്യം. പാപം ചെയ്ത് ആത്മമരണം പ്രാപിച്ചിരിക്കുന്ന മനുഷ്യരാശി യേശുവിനെ തിരിച്ചറിയേണ്ടത് അവരുടെ ആത്മരക്ഷയ്ക്കായിട്ടായിരിക്കണം. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് യേശു ഓരോരുവനോടും ചോദിക്കുകയാണ്. യേശുവിനെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഓരോരുവൻ്റെയും കാതുകളിലേക്ക് ഈ ചോദ്യം മുഴങ്ങുകയാണ്. അവർ ഉത്തരം പറയേണ്ടത്, റബ്ബൂനി, ഞങ്ങൾക്ക് കാഴ്ച വേണം, ഞങ്ങളുടെ അന്തരംഗത്തിൽ കാഴ്ച വേണം, പ്രകാശം വേണം, ഞങ്ങൾക്ക് നിത്യജീവൻ വേണം, ഞങ്ങളുടെ ആത്മാക്കൾക്ക് നിത്യജീവൻ വേണം, ഞങ്ങളുടെ പാപം മാറി ഞങ്ങൾക്ക് പാപമില്ലാത്തവരായി ജീവിക്കണം, എങ്കിൽ മാത്രമേ ദൈവത്തെ സമീപിക്കുവാൻ കഴിയുകയുള്ളൂ. ആ ഒരു വലിയ ആവശ്യം ലോക ജനതയ്ക്ക്, യേശുക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് ഉണ്ടാകണം. ആ ഒരു അത്യാവശ്യം, ആ അത്യാവശ്യത്തിൻ്റെ പുറത്താണ് യേശു പ്രവർത്തിക്കുന്നത്. നാം തിരിച്ചറിയണം നമ്മുടെ ആവശ്യം എന്താണെന്ന്. ഈ അന്ധനോട് യേശു ചോദിച്ചത് ഓരോരുത്തരോടും ചോദിക്കുകയാണ്. അന്ധൻ പറഞ്ഞു, റബ്ബൂനി, എനിക്ക് കാഴ്ച വേണം, മറ്റൊന്നുമല്ല എനിക്ക് പ്രധാനം, എനിക്ക് കാഴ്ചയുണ്ടെങ്കിൽ എല്ലാമായി. എൻ്റെ ആത്മാവിന് നിത്യജീവൻ കിട്ടിയെങ്കിൽ എനിക്കത് മതി, ഞാൻ ജയിച്ചു. എൻ്റെ ആത്മാവിൻ്റെ ആ ജീവനാണ് വലുത് എന്ന് ഓരോ മനുഷ്യ വ്യക്തിയും മനസ്സിലാക്കണം. പ്രിയ സഹോദരങ്ങളെ, ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള വാക്യങ്ങളിൽ 10-ാം അധ്യായത്തിൽ തന്നെ മറ്റൊരു സംഭവം നമുക്ക് കാണുവാൻ കഴിയും. അവിടെ യേശുവിൻ്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും യേശുവിൻ്റെ അടുത്ത് വന്ന് യേശുവിനോടൊരു കാര്യം ചോദിക്കുന്നു. Then James and John came to Jesus. Teacher, they said, we want you to do for us whatever we ask. ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നത് നീ ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. What do you want me to do for you? Jesus asked. എന്താണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? They replied, let one of us sit at your right and the other at your left in your glory. നീ രാജാവാകുമ്പോൾ ഞങ്ങളിൽ ഒരുവൻ നിൻ്റെ വലത്തും മറ്റവൻ ഇടത്തും ഇരിക്കുവാനുള്ള അനുവാദം, അവസരം നീ ഞങ്ങൾക്ക് നൽകണം. You don't know what you are asking. യേശു പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ ചോദിക്കുന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. Can you drink the cup I drink or be baptized with the baptism I am baptized with? We can, they answered. അവർ ചോദിച്ച ചോദ്യവും അവർ പറഞ്ഞ ഉത്തരവും എന്താണ് എന്ന് യാതൊരു ബോധവും അവർക്കില്ല. അവരറിയുന്നില്ല
എന്താണ് അവർ ചോദിച്ചത്? അവരെന്തുത്തരമാണ് അതിന് യേശുവിനോട് പറഞ്ഞത്? അത് രണ്ടും അവർ അറിയുന്നില്ല. ഇവരെക്കാൾ നല്ലതുപോലെ ആ വഴിയരിയിലിരുന്ന് ഭിക്ഷയാചിച്ച ബർത്തിയമ്മായിക്ക് അറിയാമായിരുന്നു. അവൻ യേശുവിനെ ദാവീദ് പുത്ര എന്ന ടൈറ്റിലോടെയാണ് സംബോധന ചെയ്തത്. ഇവർ മനസ്സിലാക്കിയത് യേശു റോമാ ഗവൺമെൻറ്റിനെ പുറത്താക്കി ഒരു രാജ്യം സ്ഥാപിക്കും, യേശു അവിടെ രാജാവാകും. അപ്പോൾ ആ മന്ത്രിസഭയിൽ ഇവർക്ക് രണ്ടുപേർക്കും നല്ല ഉയർന്ന സ്ഥാനങ്ങൾ, യേശുവിൻ്റെ വലത്തും ഇടത്തും ഇരിക്കുവാനുള്ള ആ അവസരം കിട്ടണം. അത്രമാത്രം ഹ്രസ്വമായ ഒരു ചിന്തയായിരുന്നു അവരുടേത്. അവർ യേശുവിൻ്റെ കൂടെ നടന്നവരായിരുന്നു, യേശുവിൻ്റെ ശിഷ്യന്മാരായിരുന്നു. എന്നിട്ടും യേശുവിനെ അവർ മനസ്സിലാക്കിയില്ല. യേശു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? ഇപ്പോഴെന്ത് ദൗത്യമാണ് യേശുവിന് നിറവേറ്റാനുള്ളത്? അവർ അത് മനസ്സിലാക്കിയില്ല. അനേകം രോഗികളെ യേശു സൗഖ്യമാക്കി. കഷ്ടപ്പെടുന്നവരെ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇത് പറഞ്ഞതൊന്നും അവർ കേട്ടില്ല. കഷ്ടപ്പെടുന്നവരോടും ദുഃഖിതരോടും യേശു എത്രമാത്രം അനുകമ്പയോടും ആർദ്രതയോടും മനസ്സലിവോടും കൂടെയാണ് ഇടപെട്ടത്. അവരുടെ രോഗികളെ സൗഖ്യമാക്കിയത്, ഭൂതഗ്രസ്തരെ വിടുവിച്ചത്, എങ്ങനെയാണ് അവരെ ശുശ്രൂഷിച്ചത്, വിശന്നപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്തത്, ഇതൊന്നും അവർ കണ്ടില്ല. അവർക്കിപ്പം രാജധാനിയിൽ രാജാവിൻ്റെ ഇടത്തും വലത്തും ഇരിക്കണം. മാനവരാശിയുടെ പാപം പോക്കുവാനാണ് യേശു വന്നിരിക്കുന്നത്. അവൻ കുടിക്കുവാൻ പോകുന്നത് കഷ്ടതയുടെ കയ്പുനീരാണ്. ആ പാനപാത്രമാണ് നിങ്ങൾക്ക് കുടിക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചത്. അവർ പറഞ്ഞു കഴിയുമെന്ന്. പ്രിയ സഹോദരങ്ങളെ, ആ ഭർത്തിയുമായി സൗഖ്യം പ്രാപിച്ചപ്പോൾ അവൻ പുതിയ ജോലി തിരക്കിപ്പോയില്ല, പുതിയ ബിസിനസ് ചെയ്യുവാൻ പോയില്ല. കാഴ്ച പ്രാപിച്ചല്ലോ, ഇനി തനിക്കിഷ്ടമുള്ളതുപോലെയൊക്കെ ജീവിക്കാം എന്നവൻ ഓർത്തില്ല. അവൻ യേശുവിനെ പിന്തുടരുകയായിരുന്നു. യേശു എവിടേക്കാണ് പോയത്? യേശു യെരൂശലേമിൽ വന്നത് കഷ്ടാനുഭവത്തിനും കുരിശുമരണത്തിനുമാണ്. ആ പാതയിലേക്ക് മുൻപിൻ നോക്കാതെ അവൻ നടന്നു. എന്നെ സൗഖ്യമാക്കി യേശുവിൻ്റെ പുറകെ ഞാൻ പോകും, യേശുവിന് വേണ്ടി ഞാൻ നിൽക്കും. ആ ഒരു വലിയ ചിന്തയോടെ അങ്ങനെയാണ് ആ ഭൃത്യമായി യേശുവിനെ അനുഗമിച്ചത്. ഇവിടെ ഭൃത്യമായുടെ ഒരു നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥ, റോഡരികിൽ ഇരുന്ന അവസ്ഥയല്ല ഇപ്പോഴത്തെ അവസ്ഥ. അവൻ യേശുവിനെ കണ്ടു, യേശുവിനെ മനസ്സിലാക്കി. യേശു എന്താണ് അവന് വേണ്ടി ചെയ്തത് അത് മനസ്സിലാക്കി. ഈ യേശുവിൻ്റെ കൂടെ അവനിരിക്കണം. യേശു പോകുന്നിടത്ത് ഞാനും പോകും. അവനാണ് യേശു കുടിക്കുന്ന ആ പാനപാത്രം കുടിക്കുവാനായി, ആ കഷ്ടത ഏൽക്കുവാനായി അവൻ്റെ പാതയിലേക്ക് നടന്നത്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം അത് തന്നെയാണ്. ക്രോസ്, മാനിഫെസ്റ്റേഷൻ ഓഫ് ഗ്രേസ്. കൃപ കിട്ടിയവൻ യേശുവിൻ്റെ നിന്ന വഹിക്കും, യേശുവിന് വേണ്ടി നിൽക്കും. നമുക്ക് കൃപ ലഭിച്ചവരാണ്. കൃപ ധാരാളമായി നമ്മിലേക്ക് ഒഴുകിയതാണ്. നമ്മെ പാപത്തിൽ നിന്ന് അവൻ രക്ഷിച്ചു, സ്വന്തം മക്കളാക്കി തീർത്തു.
ഇനി നാം യേശുവിന് വേണ്ടി കഷ്ടതയും നിന്ദയും സഹിക്കണം. നമ്മുടെ ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കണം. ഇത് കുരിശിൻ്റെ പാതയാണ്. നമുക്ക് അടുത്തതായി 31 സങ്കീർത്തനം പഠിക്കാം. എങ്ങനെയാണ് ദാവീദ് ഈ കീർത്തനം രചിച്ചിരിക്കുന്നതെന്ന് നോക്കാം. യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ. നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ച് എന്നെ വേഗം വിടുവിക്കണമേ. നീ എനിക്ക് ഉറപ്പുള്ള പാറയും എന്നെ രക്ഷിക്കേണ്ടതിന് കോട്ടയായും ഇരിക്കണമേ. നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയുമല്ലോ. നിന്റെ നാമനിമിത്തം എന്നെ നടത്തി പാലിക്കണമേ. അവർ എനിക്കായി ഒളിച്ചു വച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നീ എൻ്റെ ദുർഗമാകുന്നുവല്ലോ. നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. വിശ്വസ്തതയുമായ യഹോവേ, നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. വിശ്വസ്തതയുമായ യഹോവ, വീണ്ടെടുപ്പുകാരനായ യഹോവ, ആ യഹോവയെ മനസ്സിലാക്കിയവനായ ദാവീദാണ് ഈ സങ്കീർത്തനം ആലപിച്ചിരിക്കുന്നത്. മിഥ്യാമൂർത്തികളെ സേവിക്കുന്നവരെ ഞാൻ പകയ്ക്കുന്നു. ഞാനോ യഹോവയിൽ ആശ്രയിക്കുന്നു. ഞാൻ നിൻ്റെ ദയയിൽ ആനന്ദിച്ച് സന്തോഷിക്കുന്നു. നീ എൻ്റെ അരിഷ്ടതയെ കണ്ട് എൻ്റെ പ്രാണസങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നു. ശത്രുവിൻ്റെ കയ്യിൽ നീ എന്നെ ഏൽപ്പിച്ചിട്ടില്ല. എൻ്റെ കാലുകളെ നീ വിശാല സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു. യഹോവേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു. വ്യസനം കൊണ്ട് എൻ്റെ കണ്ണും പ്രാണനും ഉദരവും ക്ഷയിച്ചിരിക്കുന്നു. എൻ്റെ ആയുസ് ദുഃഖം കൊണ്ടും എൻ്റെ സംവത്സരങ്ങൾ നെടുവീർപ്പുകൊണ്ടും കഴിഞ്ഞു പോയിരിക്കുന്നു. എൻ്റെ അകൃത്യ നിമിത്തം എൻ്റെ ബലം ക്ഷീണിച്ചും എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുമിരിക്കുന്നു. എൻ്റെ സകല വൈരികളാലും ഞാൻ നിന്ദിതനായി തീർന്നു. എൻ്റെ അയൽക്കാർക്ക് അതിനിന്ദിതൻ തന്നെ. എൻ്റെ മുഖപരിചയക്കാർക്ക് ഞാൻ ഭയഹേതുവായി ഭവിച്ചു. എന്നെ വെളിയിൽ കാണുന്നവർ എന്നെ വിട്ടോടിപ്പോകുന്നു. മരിച്ചുപോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു. ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. ചുറ്റും ഭീതി എന്ന അപശ്രുതി ഞാൻ പലരുടെയും വായിൽ നിന്ന് കേട്ടിരിക്കുന്നു. അവർ എനിക്ക് വിരോധമായി കൂടിയാലോചന ചെയ്തു. എൻ്റെ ജീവനെ എടുത്തു കളയുവാൻ നിരൂപിച്ചു. എങ്കിലും യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിച്ചു. നീ എൻ്റെ ദൈവം എന്ന് ഞാൻ പറഞ്ഞു. ഇത്രയും കഷ്ടതകളൊക്കെയും ദാവീദിന് വന്നത് ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ടാണ്. ക്രൂശ് വഹിക്കുന്ന ഒരു അനുഭവത്തിലൂടെയാണ് ദാവീദ് കടന്നുപോയത്. ദുഷ്ടതയെ ദ്വേഷിച്ച ദാവീദ്. എങ്കിലും യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിച്ചു. നീ എൻ്റെ ദൈവം എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലിരിക്കുന്നു. എൻ്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. അടിയൻ്റെ മേൽ തിരുമുഖം പ്രകാശിപ്പിക്കണമേ. നിൻ്റെ ദയയാൽ എന്നെ രക്ഷിക്കണമേ. യഹോവേ, നിന്നെ വിളിച്ചപേക്ഷിച്ചിരിക്കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകരുതേ. ദുഷ്ടന്മാർ ലജ്ജിച്ച് പാതാളത്തിൽ മൗനമായിരിക്കട്ടെ. നീതിമാന് വിരോധമായ ഡംബത്തോടും നിന്നയോടും കൂടെ ധാർഷ്ട്യം സംസാരിക്കുന്ന വ്യാജമുള്ള അധരങ്ങൾ മിണ്ടാതെയായി പോകട്ടെ. എപ്പോഴും കഷ്ടത സഹിക്കേണ്ടി വരുന്നത് നീതിമാനാണ്. കാരണം നീതിമാന് വിരോധമായി ദുഷ്ടന്മാർ ഡംബത്തോടും നിന്നയോടും കൂടെ ധാർഷ്ട്യം സംസാരിക്കും. ദാവീദ് പറയുകയാണ്, വേഴ്സ് 19, നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകയും നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കും. നീ അവരെ നാവുകളുടെ വക്കാണത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും. യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ ഉറപ്പുള്ള പട്ടണത്തിൽ തൻ്റെ ദയ എനിക്ക് അത്ഭുതമായി കാണിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടു പോയി എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു.
എങ്കിലും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എൻ്റെ യാചനയുടെ ശബ്ദം നീ കേട്ടു. നമുക്ക് കഷ്ടതകൾ വരുമ്പോൾ നമ്മുടെ പരിഭ്രമത്തിൽ നമ്മൾ പറയും, എന്തോ പറയും, കർത്താവേ, നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ ഛേദിക്കപ്പെട്ടു പോയോ എന്ന് നമുക്ക് തോന്നും. എങ്കിലും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എൻ്റെ യാചനയുടെ ശബ്ദം നീ കേട്ടു. യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ അവനെ സ്നേഹിപ്പീൻ. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു. അതാണ് ദാവീദിന് പറയുവാനുള്ളത്. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു. എന്നാൽ അഹങ്കാരം പ്രവർത്തിക്കുന്നവന് ധാരാളം പകരം കൊടുക്കുന്നു. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ശുശ്രൂഷിക്കപ്പെടുവാനായിരുന്നില്ല, മറിച്ച് ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനുമായിരുന്നു. For even the Son of Man did not come to this world to be served, but to serve and to give his life as a ransom for many. തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചവൻ, അവരെ പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് കൊണ്ടുവന്ന് അവിടെ പാർപ്പിച്ചവൻ, അവർ വീണ്ടും പാപം ചെയ്ത് ദൈവത്തോട് മത്സരിച്ചപ്പോൾ അവരെ പ്രവാസത്തിലേക്ക് അയച്ചവൻ, പ്രവാസത്തിൽ അവരുടെ കഷ്ടത കണ്ട് മനസ്സലിഞ്ഞ് അവരുടെ നിലവിളി കേട്ട് അവരെ വീണ്ടും സ്വദേശത്തേക്ക് മടക്കി വരുത്തിയവൻ ഇന്നും മനസ്സിലുള്ളവനാണ്, ആർദ്രതയുള്ളവനാണ്, അനുകമ്പയുള്ളവനാണ്. ആരെങ്കിലും തങ്ങളുടെ പാപത്തെ ഓർത്ത് അനുതപിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഈ ദൈവത്തിങ്കിലേക്ക് തിരിയുമോ, അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, വീണ്ടെടുക്കുവാൻ സർവശക്തനായി മനസ്സുള്ളവനായി ഇന്ന് നിലകൊള്ളുന്നു. നമുക്ക് പഴയ നിയമത്തിൽ നിന്നും ഒരു പ്രവചന ഭാഗം പഠിക്കാം. ഫ്രം ദ ബുക്ക് ഓഫ് മൈക്ക ചാപ്റ്റർ 7 വേഴ്സസ് 15 to 20. യേശുക്രിസ്തുവിന് മുമ്പ് 8-ാം നൂറ്റാണ്ടിലാണ് ഈ പ്രവചനം മീഖാ പ്രവാചകൻ നടത്തിയത്. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടിയായിരുന്നു ആ പ്രവചനം. ഈ പ്രവചനം എസ്കറ്റോളജിക്കൽ ഹോപ്പ് നൽകുന്നതാണ്. അതായത് അന്ത്യകാല പ്രത്യാശ, യുഗാന്ത്യ പ്രത്യാശ നൽകുന്ന പ്രവചനമാണ്. വായിക്കാം. നീ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട കാലത്തെന്ന പോലെ ഞാൻ അവനെ അത്ഭുതങ്ങൾ കാണിക്കും. ജാതികൾ കണ്ടിട്ട് തങ്ങളുടെ സകല വീര്യത്തിലും ലജ്ജിക്കും. അവർ വായ്മേൽ കൈവയ്ക്കുകയും ചികിടരായിത്തീരുകയും ചെയ്യും. അവർ പാമ്പ് പോലെ പൊടിനക്കും. നിലത്തെ ഇഴജാതി പോലെ തങ്ങളുടെ ഗുഹകളിൽ നിന്ന് വിറച്ചും കൊണ്ടുവരും. അവർ പേടിച്ചും കൊണ്ട് നമ്മുടെ ദൈവമായ യഹോവയുടെ അടുക്കൽ വരികയും നിന്നെ ഭയപ്പെടുകയും ചെയ്യും. അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല. ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. അവരുടെ പാപങ്ങളൊക്കെയും നീ സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇട്ടുകളയും. പുരാതന കാലം മുതൽ നീ ഞങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തിരിക്കുന്ന നിന്റെ വിശ്വസ്തത നീ നിന്റെ ജനത്തോട് കാണിക്കും. എത്ര നല്ലവനായ ഒരു ദൈവത്തെയാണ് പ്രിയ സഹോദരങ്ങളെ നാം ഈ വചനഭാഗത്ത് കണ്ടത്. എത്ര പ്രത്യാശ നൽകുന്ന പ്രവചനമാണ് നമുക്ക് വേണ്ടി മീഖായിൽ കൂടെ
ദൈവം നൽകിയിരിക്കുന്ന ആ വചനങ്ങൾ. As in the days when you came out of Egypt, I will show them my wonders. ഈജിപ്തിൽ നിന്ന് തൻ്റെ ജനത്തെ പുറപ്പെടുവിച്ചത് അവൻ്റെ ബലമുള്ള കൈയും നീട്ടിയ ഭുജവും ആയിരുന്നു. മഹാത്ഭുതങ്ങളാണ് അന്ന് ദൈവം പ്രവർത്തിച്ചത്. അതുപോലെയുള്ള മഹാത്ഭുതം ദൈവം പ്രവർത്തിക്കുന്നത് ജനതകൾ കാണും. Nations will see it. Nations will see and be ashamed, deprived of all their power. ജനതകൾ ബലം പിടിച്ച് നിൽക്കുകയായിരുന്നു. അവരുടെ ബലമെല്ലാം പോകും. ദൈവത്തിൻ്റെ ഈ അത്ഭുതങ്ങൾ കാണുമ്പോൾ അവർ ബലഹീനരായി മാറും. Nations will see and be ashamed, deprived of all their power. They will lay their hands on their mouths and their ears will become deaf. അവർ വായ്മേൽ കൈവച്ച് വാപത്തും, ഞങ്ങൾക്കൊന്നും പറയാനില്ല. ദൈവം എത്രമാത്രം സ്നേഹനിധിയാണോ, അവൻ എത്രമാത്രം പാപങ്ങളെ ക്ഷമിക്കുന്നവനാണോ, തങ്ങൾ ആശ്രയിക്കുന്നവരെ, തങ്ങളിലേക്ക് ഓടി വന്ന് അഭയം പ്രാപിക്കുന്നവരെ ചേർത്തുകൊള്ളുന്ന ദൈവമാണല്ലോ. ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഞങ്ങൾ അവൻ്റെ ശത്രുക്കളായിരുന്നു. ഇപ്പോഴിതാ ഞങ്ങൾ ഞങ്ങളുടെ കൈകൊണ്ട് വായ്പൊത്തുന്നു. ഞങ്ങളുടെ ബലമിതാ ക്ഷയിച്ചു പോയിരിക്കുന്നു. They will lick dust like a snake. അഹങ്കാരമെല്ലാം പോയി. പണ്ട് ഏദൻ തോട്ടത്തിൽ ആ പാമ്പ് ആദം ഹവ്വമാരെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തി വലിയ ബലവാനായി നിന്നു. പക്ഷേ ദൈവം അത് കണ്ടു. ദൈവം അവനെ ശപിച്ചു. അവൻ നിലത്തിഴയുന്നവനായി മാറി. അഹങ്കാരികൾക്ക് വരുന്നതാണ് ഈ അവസ്ഥ. They will lick dust like a snake. Like creatures that crawl on the ground, they will come trembling out of their dens. They will turn in fear to the Lord our God and will be afraid of you. മാളത്തിൽ നിന്ന് ഇഴജാതികൾ പേടിച്ച് പേടിച്ച് ഇറങ്ങുന്നത് പോലെ വെളിയിൽ എന്നാണ്, ഞങ്ങളെ ആക്രമിക്കുന്നവരാണോ പിടിച്ചു തിന്നുന്നവരാണോ ഉള്ളതെന്ന് നോക്കി നോക്കി പേടിച്ചരണ്ട് ഗുഹകളിൽ നിന്ന് പതുക്കെ പതുക്കെ ഇറങ്ങുന്നത് പോലെയാകും ഈ ദൈവത്തിൻ്റെ ശത്രുക്കൾ. ദൈവത്തിൻ്റെ നേരെ മുഷ്ടി ചുരുട്ടി നിന്നവർ, ദൈവത്തോട് മറുതലിച്ചവർ, സത്യദൈവത്തെ കണ്ടിട്ടും അവനെ ആരാധിക്കാതെ മാറി നിന്നവർ, 24 മണിക്കൂറും എല്ലാ മീഡിയയിൽ കൂടെയും ദൈവവചനം കേട്ടിട്ടും ഈ സത്യദൈവത്തെ മനസ്സിലാക്കാതെ, സത്യദൈവത്തെ ആരാധിക്കുവാൻ കൂട്ടാക്കാതെ, അവനിൽ ആശ്രയിക്കാതെ നിന്നവർക്ക് വരുന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. They will come trembling out of their dens. They will turn in fear to the Lord our God and will be afraid of him. Who is a God like you, who pardons sin and forgives the transgression of the remnant of his inheritance? ഇതുപോലെ ഒരു ദൈവം എവിടെയുള്ളൂ, ആരുള്ളൂ? You do not stay angry forever, but delight to show mercy. അവൻ എന്നേക്കും കോപം സംഗ്രഹിക്കുകയില്ല. അവൻ ദയ കാണിക്കുന്നതിലാണ് ആനന്ദിക്കുന്നത്. He delights to show mercy. You will again have compassion on us. You will tread our sins underfoot and hurl all our iniquities into the depths of the sea. സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങൾ എറിഞ്ഞു കളയുന്നവനാണ്. അത് റിട്രീവ് ചെയ്യുവാൻ പറ്റാത്ത വിധം അതിനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇട്ട് കളയുന്നവനാണ്. അത്രമാത്രം കൃപാലുവാണ് നമ്മുടെ ദൈവം. അവങ്കിലേക്ക് കടന്നു വരുവീൻ. You will be true to your people and show mercy to your people, as you pledged on oath to our fathers
in days long ago. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരുന്നവരെ, ഇത്ര നല്ലവനായ ദൈവത്തോട് നിങ്ങൾ പറയൂ, പോകല്ലേ കടന്നെന്നെ പ്രിയ യേശുവേ. മറ്റുള്ളവരെ ദർശിക്കുമ്പോൾ നോക്കുക എന്നെയും. നിൻ കൃപാസനത്തിന് മുൻപിൽ വീണ് കെഞ്ചുന്നേ, എൻ വിശ്വാസം ക്ഷീണിക്കുമ്പോൾ നീ സഹായിക്ക. Pass me not, O gentle Savior. Pass me not, O gentle Savior. Hear my humble cry. While on others thou art calling, do not pass me by. Savior, Savior, hear my humble cry. While on others thou art calling, do not pass me by. Let me at thy throne of mercy find a sweet relief. Kneeling there in deep contrition, help my unbelief. Savior, Savior, hear my humble cry. While on others thou art calling, do not pass me by. Trusting only in thy merit, would I seek thy face. Heal my wounded, broken spirit. Save me by thy grace. Savior, Savior, hear